മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും വേണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയിലേക്കാണ്. ചരിത്രവും ആചാര അനുഷ്ഠാന രീതികളുമൊക്കെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഇരട്ട കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ പടിഞ്ഞാറേക്ക് നോക്കി നിൽക്കുന്ന ഗണപതിയെ കാണാം. പടിഞ്ഞാറ് നടയിലോട്ട് നോക്കി നിൽക്കുന്ന ഗണപതിയെ തൊഴുത ശേഷമാണ് നമ്മൾ ഓച്ചിറയിലെ അകത്തേക്ക് കയറുന്നത്. അമ്പലങ്ങളോ നാലുകെട്ടുകളോ ഒന്നുമില്ലാതെ ആൽത്തറയിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഓച്ചിറയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ രണ്ട് വലിയ ആൽമരങ്ങൾ കാണാം. ആൽമരത്തിലാണ് പ്രതിഷ്ഠകൾ. ആ രണ്ട് ആൽമരത്തിലും പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തത നിറഞ്ഞതാണ് കായംകുളത്തിനടുത്തുള്ള ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ കോവിലോ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ പ്രത്യേക പൂജാരികളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അഗതികളും അനാഥരുമായ ധാരാളം ആളുകളുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഹൈന്ദവ ധർമ്മത്തിലെ ഈശ്വരൻ എന്ന് പറയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ നിർഗുണ പരബ്രഹ്മം തന്നെയാണ് ഇവിടുത്തെ ആരാധനമൂർത്തി. ഓം എന്ന ശബ്ദത്തിലാണ് ഇവിടെ പരബ്രഹ്മത്തെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓണാട്ടുചിറ എന്നുള്ള വിളിപ്പേര് കാലക്രമേണ ഓച്ചിറയായി മാറിയെന്നും പറയപ്പെടുന്നു. രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന എട്ടുകണ്ടം ഉരുൾച്ച ഇവിടുത്തെ പ്രധാന നേർച്ചയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളിൽ പരബ്രഹ്മവും ഒരാളിൽ മഹാവിഷ്ണുദേവനും കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. പരബ്രഹ്മത്തെ ശിവനായി ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സകല ദേവതകളും ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചു ഇരിക്കുകയാണ് എന്നതാണ് സങ്കല്പം. വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് ഓച്ചിറയിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.